എന്തൊക്കെയാ നമ്മൾ നോക്കിയേ? എന്തൊക്കെ ടോപ്പിക്സാ? ആരെങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്തേ. ഹർഷ് പറഞ്ഞേ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഹർഷില്ലേ? പെട്ടെന്ന് പറയൂ. അശ്വീത ഉണ്ടായിരുന്നല്ലോ, അശ്വീത പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞേ? ജസ്റ്റ് ടോപ്പിക് പറഞ്ഞാൽ മതി. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ആൻഡ് കംപ്ലിയൻസ് മെട്രിക്സും പിന്നെ കുറച്ച് ടേംസ് യിൽഡ് സ്ട്രെങ്ത്തും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഓക്കെ, ശരി. ഓവർവ്യൂ ഓഫ് കോമൺലി യൂസ് മെത്തേഡ്. ഓക്കെ. കാണാലോ അല്ലേ? ഓക്കെ, നമ്മൾ ബീംസും ബീം എന്താന്നുള്ളതും കാൻഡിലിവേഴ്സ് എന്താന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്താ ബീം എന്ന് പറഞ്ഞാൽ? ബീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രക്ചറൽ എലമെന്റ് എന്താ ദാറ്റ് ആർ ഏബിൾ ടു വിസ്റ്റാൻഡ് ലോഡ് ബൈ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഓഫ് ബെൻഡിങ്. ബെൻഡിങ് റെസിസ്റ്റൻസ്, ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എലമെന്റ് ആണ് ബീം എന്ന് പറയുന്നത്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീം നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താ? ഡിഫറെന്റ് ഫിക്സഡ് ബീം ആണെങ്കിൽ എന്താ? ബീം വിത്ത് ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ഈസ് ടേംഡ് ആസ്. രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ അതിനെ ഫിക്സഡ് ബീം എന്ന് പറഞ്ഞു. ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ എന്താ? രണ്ട് എൻഡിലും there will have a support ഉണ്ടായിരിക്കും, അതിനെ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ രണ്ട് എൻഡിൽ മാത്രമായിരിക്കില്ല ആൻഡ് മോർ ദാൻ എന്താണ് രണ്ട് സപ്പോർട്ട് അങ്ങനെയുള്ളതായിരിക്കും കണ്ടിന്യൂസ് ബീം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓവർ ഹാങ്ങിങ് ബീംസ് പറഞ്ഞു, അതായത് എന്താ അവിടെ സപ്പോർട്ട് ഉണ്ടാവും പക്ഷേ സം പോർഷനിൽ എന്താ സപ്പോർട്ട് ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്താ? കാൻറ്റിലിവർ ബീം, അതായത് മെംസിൽ എന്താണ് കോമൺലി യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബീമാണ് കാൻറ്റിലിവർ ബീം. ഈ ബീമിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് അതർ എൻഡ്. അതാണ് ഈ ബീമിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ള ബീംസിനെയാണ് നമ്മൾ കാൻറ്റിലിവർ ബീം എന്ന് പറയുക. നമ്മൾ ആക്ച്വേറ്റേഴ്സിലും സെൻസേഴ്സിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺലി കാണുന്നതായിട്ടുള്ള ബീമാണ് കാൻറ്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ എന്താ? ഇതിലിപ്പോ when a force is applied to free end, അതായത് കാൻറ്റിലിവർ ബീമിൽ നമ്മൾ ഫ്രീ എൻഡിൽ ഒരു പോർഷൻ ഫിക്സ്ഡ് ആയിരിക്കും ആൻഡ് അതർ പോർഷൻ ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ when a force is applied to the free end, the cantilever will bend into the direction of force by delta y. അതായത് ഒരു ബീം നമ്മൾ ഒരു ഭാഗം ഫിക്സ്ഡും മറ്റത് ഫ്രീ എൻഡ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആ ഫ്രീ എൻഡിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ദർ വിൽ ഹാവ് എ ബെൻഡിങ്, അവിടെ ഒരു ബെൻഡിങ് ഉണ്ടാവും. ആൻഡ് ആ ബെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ആ ഒരു ബെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ വൈ, നോർമൽ ഇരുന്ന ഇനിഷ്യൽ പൊസിഷൻ ടു ബെൻഡ് ചെയ്ത് കഴിഞ്ഞുള്ള പൊസിഷനെയാണ് നമ്മൾ ഡെൽറ്റ വൈ എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും, ലെങ്ത് ഓഫ് കാൻറ്റിലിവർ എന്ന് പറയുന്നത് എൽ ആണ് ലെങ്ത് ഓഫ് കാൻറ്റിലിവറും, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും? കാൻറ്റിലിവർ ബ്രെഡ്ത്ത് ഇൻറ്റു എന്താണ്? ഹൈറ്റ്. പിന്നെ എന്താണ്? മെറ്റീരിയൽ ഓഫ് കാൻറ്റിലിവർ. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബെൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ആ കാൻറ്റിലിവറിന്റെ ലെങ്ത്, ദെൻ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കാൻറ്റിലിവർ ആൻഡ് ദ മെറ്റീരിയൽ ഓഫ് കാൻറ്റിലിവർ. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര എമൗണ്ട് അത് ബെൻഡ് ചെയ്തു എന്ന് ഉള്ളത്. ഓക്കെ, ഇനി ദർ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ്. എന്താ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ? ലോഡിംഗ് such that the load act at a point on the beam. അതായത് ബീമിൽ ഒരു പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ പോയിന്റ് ലോഡ് എന്ന് പറയും. ഒരു പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്താൽ അതിനെ പോയിന്റ് ലോഡ്, അല്ലെങ്കിൽ ഒരു പോയിന്റിലായിരിക്കും ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ലോഡ്. രണ്ടാമത്തേത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അതായത് ഒരു ബീമിൽ യൂണിഫോംലി ദർ വിൽ ഹാവ് എ, ഇപ്പോൾ ലോഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ആക്ടിങ് ഓൺ
ത്രൂ ഔട്ട് ദ ബീം ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ആൻഡ് യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ഡിഫറെൻറ്റ് ലോഡിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഇപ്പം W1 W2 എല്ലാം ഡിഫറെൻറ്റ് വെയിറ്റ് ആണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലോഡാണ് ആ ബീമിൽ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് മൈക്രോപ്ലേറ്റ്? മൈക്രോപ്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പമ്പിലും മോട്ടോഴ്സിലൊക്കെ പ്ലേറ്റിന്റെ കാര്യം പറഞ്ഞു, പ്ലേറ്റിൽ ഇലക്ട്രോഡ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ആ പ്ലേറ്റ്സ് എന്താണെന്നുള്ളതാണ്. മൈക്രോപ്ലേറ്റ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് മെക്കാനിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ മെംസ് ഡിവൈസിൽ സാധാരണയായിട്ട് മെക്കാനിക്കൽ സ്ട്രക്ചറായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി സ്ക്വയർ ആവാം, അവരുടെ ഷേപ്പ് റെക്റ്റാങ്കുലർ ആവാം, സോളിഡ് ആവാം, ഒരു പോറസ് സിംഗിൾ ലെയർഡ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ഷേപ്പ് അങ്ങനെ പ്ലേറ്റ്സ് ആവാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ ആൻഡ് റിക്വയർമെൻറ്റ് ദേ ആർ ഡിസൈൻ ആൻഡ് സബ്സിക്വൻ്റ്ലി യൂസ്ഡ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഷേപ്പും ഒക്കെ അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. So the effective area of plates ranges from few hundreds to thousands micrometer ആയിരിക്കും അതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. So microplates എന്ന് പറയുന്നത് they are widely employed to build parallel plate capacitors. നമ്മൾ പറഞ്ഞതാണ് അത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാ, ലീനിയർ മോട്ടോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാ പ്ലേറ്റ്സിൽ ഇലക്ട്രോഡ്സ് ഉണ്ടെന്നുള്ളത്. സോ മൈക്രോ വോൾസിലും മൈക്രോ മോട്ടോഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മൈക്രോ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഡയഫ്രം എന്താണെന്നുള്ളത്. സോ ഡയഫ്രം എന്ന് പറയുന്നത് ദേ ആർ ദ തിൻ പ്ലേറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്. നമ്മൾ ഒരു സിലിക്കൺ മെംബ്രെയിൻ ഡയഫ്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഒരു ബെൻഡിങ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ വാട്ട് ഈസ് ഡയഫ്രം എന്നുള്ളത് എന്താ? ഡയഫ്രം ദേ ആർ ദി തിൻ പ്ലേറ്റ്സ് membrane used for measurement of pressure, force, accelerator, etc. Hence, they form essential component in pressure sensor, accelerator sensor, etc. നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളാണ്. And they form the key component of actuators like microvalves, micro switches, micro pumps, etc. The sensing and actuation using diaphragm is mainly based on the deflection. ഇത് നമ്മൾ എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് ഈ ഡയഫ്രത്തിന് ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡയഫ്രത്തിന് എന്താ സംഭവിക്കുക? ഒരു ഡിഫ്ലക്ഷൻ ഓഫ്, അത് തിൻ മെംബ്രെയിൻ ആണ്. സോ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആൻഡ് ഡയഫ്രം ക്യാൻ ബി ഓഫ് എനി ഷേപ്പ്. റൗണ്ട് ആവാം, നേരത്തെ പ്ലേറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ആം, സ്ക്വയർ ആവാം, അത് റെക്റ്റാങ്കുലർ ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി എ ലെയേർഡ് മെംബ്രെയിൻ ഡയഫ്രം. ഓക്കെ, അതായിരിക്കും ലെയേർഡ് മെംബ്രെയിൻ ആയിട്ടുള്ള ഡയഫ്രം ആണ് മോസ്റ്റ് കോമൺലി മെംസ് ഡിവൈസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു നോർമൽ ഡയഫ്രവും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡയഫ്രത്തിന്റെ ഡയഗ്രാം ആണിത്. ഓക്കെ, ആദ്യം എങ്ങനെയായിരുന്നു ഇനിഷ്യൽ പൊസിഷനിൽ ഡയഫ്രം എങ്ങനെയാ സ്ട്രെയിറ്റ് എങ്ങനെയാണോ ഇരിക്കേണ്ടത്, ഇനിഷ്യൽ പൊസിഷനിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഡയഫ്രത്തിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതാണ് ആ ഫിഗർ കാണിക്കുന്നത്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഡി ഓർ ഡിഫ്ലക്ഷൻ ഓഫ് എ ഡയഫ്രം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് പ്രഷർ, ഫോഴ്സ് ഓർ ലോഡ്. ആ നമ്മൾ ഈ ഡയഫ്രത്തിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നു, ലോഡ് കൊടുക്കുന്നു, അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും ഈ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഫോഴ്സിന്റെ ഒരു എഫക്റ്റ് കൂടുതലാണെങ്കിൽ ഡയഫ്രത്തിന്റെ ഡിഫ്ലക്ഷനും അതുപോലെ ആയിരിക്കും. സോ അതെന്താണ്? പ്രപ്പോർഷണൽ ആണ്. അതായത് ഡി എന്ന് പറയുന്നത് ഡയഫ്രത്തിന്റെ ബെൻഡിങ് ആണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആണ്. സോ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് കെ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കെ ഈസ് CA² ഡിവൈഡഡ് ബൈ T³ എന്ന് പറയുന്നതാണ്. അതിലെ എന്താണ്? റേഡിയസ് ഓഫ് ഡയഫ്രം. സി എന്താണ്? കോൺസ്റ്റന്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? പോയ്സൺസ് റേഷ്യോ നമ്മൾ പറഞ്ഞു. യങ്സ് മോഡ്യൂൾസ് എന്താണ്? യങ്സ് മോഡ്യൂൾ ഇ എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് തിക്നെസ് ഓഫ് ദി ഡയഫ്രം. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ആൻഡ് അല്ല, കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, ഐ മീൻ ആ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡയഫ്രത്തിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് കൊറിഗേറ്റഡ് ഡയഫ്രം എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഡിസൈൻ ടു ഇംപ്രൂവ്, ഒരു ഡയഫ്രത്തിന്റെ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു ഡയഫ്രം ആണ് കൊറിഗേറ്റഡ് ഡയഫ്രം എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ ബെല്ലോസ് എന്ന് പറയാറുണ്ട്. സോ ഇതെത്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ ഇന്ന് തന്നെ സെക്കൻഡ് മോഡ്യൂളും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഫസ്റ്റ് മൊഡ്യൂൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും? പറഞ്ഞതെല്ലാം ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? കുഴപ്പമില്ല, മനസ്സിലായില്ല എന്നാണോ? കുഴപ്പമില്ല, മനസ്സിലായി എന്നാണോ? അല്ല മിസ്സേ, കുഴപ്പമില്ല, ക്ലിയർ ആയിരുന്നു എന്ന് പറഞ്ഞേ. ക്ലിയർ ആയിരുന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സോ സെക്കൻഡ് മൊഡ്യൂൾ കാണാലോ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബീംസ് എന്താണ്, ഡിഫറെന്റ് ബീംസ്, അതിനെ പറ്റിയാ പറയുന്നത്. ഫ്ലെക്ചറൽ ബീംസ്, പിന്നെ അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ബെൻഡിങ് എന്താണ്, പിന്നെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ഇതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുക. സോ എന്താണ് ബീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സ്ട്രക്ചറൽ മെമ്പർ ഓർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു when it is subject to a lateral load, that is ഒരു ഫോഴ്സ് ആകാം അല്ലെങ്കിൽ ഒരു മൊമെന്റ് ആകാം. സോ it will എന്താണ്, എന്ത് സംഭവിക്കുക ആ ബീമിന്? അത് എന്താണ്, കൊടുക്കുന്ന ലോഡിനനുസരിച്ച് അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. ദാറ്റ് വിത്ത്സ്റ്റാൻഡ് ലോഡ് ബൈ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഓഫ് ബെൻഡിങ്, അതിനാണ് ആക്ച്വലി ബീം എന്ന് പറയുന്നത്. സോ ദേ ആർ യൂഷ്വലി ഡിസ്ക്രൈബ്ഡ് ബൈ ദി മാനർ ഇൻ വിച്ച് ദേ ആർ സപ്പോർട്ടഡ്. എങ്ങനെയാണോ അത് എന്താണ്, അവരെ എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്, ആ ബേസിലാണ് നമ്മൾ ഫിക്സഡ് ബീം പറഞ്ഞത്, എന്താ ഓവർ ഹാങ്ങിങ് ബീം എന്താ പറഞ്ഞത്, കാൻഡിലിവർ പറഞ്ഞത്. ഇതെല്ലാം പറയുന്ന എന്താണ്, they are described by the manner in which they are supported. The boundary condition pertain to the deflection and slopes at the support of a beam. അതായത് ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ഒരു ബീം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അത് ഞാൻ പറയാം. To consider ഒരു 2-dimensional beam with movement confined in one plane. അതായത് എന്താണ്, ഒരു ഒരു 2-dimensional ബീം നമ്മൾ കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു 2-dimensional ബീം ഉണ്ട് ആൻഡ് തിങ്ക് ദാറ്റ്, അതായത് ഒരു പോയിന്റിൽ ഒരു ആക്സിസിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബെൻഡിങ് ഉണ്ടാവും, ബീം അല്ലേ, സോ ഒരു ബെൻഡിങ് ഉണ്ടാവും. അതായത് കൺസിഡറിങ് എ ബീം ഹാവിങ് എ മൂവ്മെന്റ് ഇൻ സിംഗിൾ പ്ലെയിൻ ആൻഡ് at every point along the length of the beam can have a maximum of 2 linear degree of freedom അല്ലെങ്കിൽ 1 rotational degree of freedom. ഒരു ബീമിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബീമിൽ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഒരു എന്താണ്, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഉണ്ടാകാം, അല്ലെങ്കിൽ 2 ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഉണ്ടാകാം. എന്താണ് ഈ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ, ഒരു കൺസിഡറിങ് എ പോയിന്റ് ഇൻ എ ബീം, ഒരു ബീമിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ബീമിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം ഇൻ വിച്ച് ഇഫ് ദർ ഹാവ് എ പോസിബിലിറ്റി ഓഫ് മൂവ്മെന്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ബീം, ഈ ബീമില് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് തന്നെ കൺസിഡർ ചെയ്തോ. എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നതെന്ന് പറയുന്നതാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ അവിടെ ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ മൂവ്മെന്റിൽ ഹൊറിസോണ്ടൽ ആയിട്ടും ആ ബീമിന് മൂവ് ചെയ്യാൻ പറ്റും ആൻഡ് വെർട്ടിക്കൽ ആയിട്ടും അതിന് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം ദർ ഹാവ് എന്താണ്, ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാം. അതായത് വെർട്ടിക്കൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും വെർട്ടിക്കലി അതിന് ബീമിനെ മൂവ് ചെയ്യാൻ പറ്റും, അതിന് ഹൊറിസോണ്ടലിയും ബീമിനെ മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഓക്കെ, ലീനിയർ ആക്സിസ് മാത്രം നമ്മളൊരു ബീമിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബീമിന് വെർട്ടിക്കലിയും മൂവ് ചെയ്യാം ഹൊറിസോണ്ടലിയും മൂവ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. വെർട്ടിക്കലി മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ എങ്കിൽ നമ്മൾ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് ഒരു ബീമിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആംഗുലർലി മൂവ് ചെയ്യാൻ പറ്റും എങ്കിൽ,
എങ്കിൽ നമുക്ക് എന്ത് പറയാം? ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. Similarly, if movement is possibly clockwise ആയാലും ആന്റി ക്ലോക്ക് വൈസ് ആയാലും കൗണ്ടർ ക്ലോക്ക് വൈസ് ആയാലും if there have a movement in angular ഫോമിൽ മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ then we can say that there have a rotational degree of freedom and the rotational degree of freedom will be 1. മനസ്സിലായോ ഇത്? സോ ഇതാണ് ബീമിന്റെ കാര്യം പറഞ്ഞാൽ. സോ ഒരു ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ structural membrane which is that are able to withstand load by its resistance of bending. And എങ്ങനെയാണോ ബീം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദർ ക്യാൻ ഹാവ് എ ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ആ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യുന്നു? നമ്മളൊരു ബീമിനെ കൺസിഡർ ചെയ്യുന്നു. കൺസിഡറിങ് എ ബീം ഹാവിങ് എ മൂവ്മെന്റ് ഇൻ സിംഗിൾ പ്ലെയിൻ. Every point along the length of the beam can have a maximum of 2 linear degree of freedom. പിന്നെ എന്താണ്? 1 maximum 2 linear degree of freedom, maximum 1 rotation degree of freedom ആ ബീമിന് ഉണ്ടാവാം. ഓക്കെ. ആൻഡ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് 2 ആയിരിക്കും വരുന്നത്. വെർട്ടിക്കലി മാത്രം അല്ലെങ്കിൽ ഹൊറിസോണ്ടലി മാത്രം എന്നുണ്ടെങ്കിൽ ഓൺലി horizontally or only vertically ആണെങ്കിൽ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി 1. ആൻഡ് ഇഫ് എന്താണ് മൂവ്മെന്റ് ഈസ് പോസിബിൾ ഇൻ ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ്മെന്റ് പോസിബിൾ ആണെങ്കിൽ then there is a rotational degree of freedom and the rotational degree of freedom will be 1. ഓക്കെ. ഇതാണ് ഫിഗറിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുന്നു ആൻഡ് ഇപ്പോൾ ഒരു ഫിക്സഡ് ബൗണ്ടറി കണ്ടീഷൻ, ഫിക്സഡ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറി കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ് ഈ പറയുന്നത്? ഇത് കാണിക്കുന്നത് എന്താണ്? ഫിക്സഡ് ആണ്. ഈ ബീം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ഫിക്സഡ് ബൗണ്ടറി കണ്ടീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്പർ ഓഫ് ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നതും 0 ആയിരിക്കും. കാരണം എന്താ? ബൗണ്ടറി കണ്ടീഷൻ ഫിക്സഡ് ആണ്. സോ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡവും റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർ ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഗൈഡഡ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് കൂടെ, എക്സ്ട്രാ ഒരു വെയിറ്റ് കൂടെ ആ ബീമിനുണ്ട് എങ്കിൽ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. കാരണം ആ വെയിറ്റ് മീൻസ് എന്താണ്? ഇങ്ങനെ ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു ബീം ആണെങ്കിൽ ദർ ക്യാൻ ഹാവ് വെർട്ടിക്കലി മൂവ്മെന്റും എന്താണ് അതിന് പോസിബിൾ ആണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റും പോസിബിൾ ആണ്. സോ നമ്പർ ഓഫ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി ലൈക്ക് 2. ആൻഡ് ഇവിടെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം പറ്റില്ല. സോ ദ ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇല്ല, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം പറ്റില്ല, 0 ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫ്രീ. ഫ്രീ എന്ന ബൗണ്ടറി കണ്ടീഷൻ ഫ്രീ ആണെങ്കിൽ എന്താണ്? ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2, അതായത് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ആംഗുലർ ആയിട്ട് പോസിബിൾ ആണ്. ആംഗുലർ മൂവ്മെന്റ് അതായത് ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസ് മൂവ്മെന്റ് പോസിബിൾ ആണ്. സോ മാക്സിമം കൗണ്ടർ ക്ലോക്ക് വൈസ് പോസിബിൾ ആണെങ്കിൽ മാക്സിമം വാല്യൂ വിൽ ബി 1 ആയിരിക്കും. സോ ഫ്രീ ആണെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ, ഒരു ബീമിന് ഫ്രീ ബൗണ്ടറി കണ്ടീഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2, ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. 3 പോസിബിൾ ബൗണ്ടറി കണ്ടീഷൻസ് ആർ സമ്മറൈസ്ഡ് ഹിയർ. ഫിക്സഡ് ബൗണ്ടറി കണ്ടീഷൻ ആണെങ്കിൽ it restricts both linear degree of freedom and rotational degree of freedom. That is, no movement at the support. Support the movement illa. And at the fixed end, the beam can neither translate nor rotate. Rotating cheyan pattilla, translating cheyan pattilla. Fixed aanu. So endana linear degree of freedom illa, angular degree of freedom illa. And second one, guided boundary condition aanu. That means it allows 2 linear degree of freedom, but it restricts the rotation or angular degree of freedom. So the value will be linear degree of freedom ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ എന്താവാം? 2 ആകാം. സോ അത് 2 ആണ്. ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 0. ഇനി ഫ്രീ ബൗണ്ടറി കണ്ടീഷൻ ആണെങ്കിലോ ഇറ്റ് പ്രൊവൈഡ്സ് ബോത്ത് ലീനിയർ കണ്ടീഷൻ ഓഫ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡവും പ്രൊവൈഡ് ചെയ്യും ആൻഡ് ഓൾസോ ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡവും പ്രൊവൈഡ് ചെയ്യും. ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ ബി 2. പിന്നെ എന്താണ് ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺലി എൻകൗണ്ടേർഡ് ബീം സ്ട്രക്ചർ ആണ്. കോമൺലി നമ്മൾ എന്താണ് അവിടെ പറയുന്ന ഫിക്സഡ് ബീം എന്നൊക്കെ പറഞ്ഞില്ലേ, അതേ കാര്യങ്ങളാണ് പറയുന്നത്. കോമൺലി എൻകൗണ്ടേർഡ് ബീം സ്ട്രക്ചർ. ഇതിൽ ഫസ്റ്റ് വൺ എ, ഫിക്സഡ് ഫ്രീ കാന്റിലിവർ പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ദ സബ്, അതായത് ഫിക്സഡ് ഫ്രീ ബീം ആണ്. അത് നോക്കാം. ഇവിടെ ഇപ്പൊ എ നോക്കിക്കേ, ഇതാണ് എന്താണ് ഫിക്സഡ് ഫ്രീ ആയിട്ടുള്ള കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. ഓക്കെ,
നിങ്ങളൊന്ന് ഓഡിയോയിൽ റെസ്പോണ്ട് ചെയ്യാവോ? അല്ലെങ്കിൽ എക്കോ കേൾക്കുന്നുണ്ട്, ഞാൻ ഇത് ലോഗ് ഔട്ട് ചെയ്തേക്കുക. ഓഡിയോയിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയാവും. ഓക്കെ. ഒരു ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ ആണെങ്കിൽ എന്താണ്, ഫിക്സഡ് ആണ്, ഒരു എൻഡ് ഫിക്സഡും മറ്റത് ഫ്രീയും ആയിരിക്കും. ഓക്കെ. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ വിച്ച് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിന്റെ പാരലൽ ആയിട്ടായിരിക്കും ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ എന്ന് പറയുന്നത്. വിത്ത് ദ ഫ്രീ ടിപ്പ് ക്യാപ്പബിൾ ഓഫ് മൂവിങ് ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദ സബ്സ്ട്രേറ്റ്. ആ സബ്സ്ട്രേറ്റിന് നോർമൽ ആയിട്ട് എന്താണ്, ഫ്രീ ടിപ്പിന് ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് മൂവിങ്. ഒരു ഫ്രീ എൻഡ് ക്യാപ്പബിൾ ഓഫ് മൂവിങ് ആണ്, ബട്ട് വൺ എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. സോ ഇൻ പ്ലെയിൻ മൂവ്മെന്റ് ഓഫ് ഫ്രീ ആൻഡ് വുഡ് എൻകൗണ്ടർ മച്ച് സിഗ്നിഫിക്കൻറ്റ് റെസിസ്റ്റൻസ്. അത് നോക്കണ്ട. അതായത് ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. അതാണ് ഈ ഒരു ബി. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്, ഫിക്സഡ് ബീം ആണ്. ബി നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ എ ആണെങ്കിൽ ഒരു എൻഡ് ഫിക്സഡ് ആയിരുന്നു, മറ്റത് ഫ്രീ ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന ബീം നോക്കിക്കേ, രണ്ട് എൻഡും ഫിക്സഡ് ആണ് അല്ലേ, വിച്ച് ഈസ് പാരലൽ ടു ദ സബ്സ്ട്രേറ്റ് പ്ലെയിൻ. സബ്സ്ട്രേറ്റ് പ്ലെയിന് പാരലൽ തന്നെയാണ്, ബട്ട് ടു എൻഡ് ഫിക്സഡ് ബീം ആണിത്. ഫിക്സഡ് ബീം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം, ബ്രിഡ്ജ് എന്ന് പറയാം. ഓക്കെ. ഇനി സി എന്താണ്, there are actually two ways to classify this beam. ഈ ബീമിനെ ക്ലാസിഫൈ ചെയ്യാൻ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഒരു ഫിക്സഡ് കാൻഡിലിവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ രണ്ട് എൻഡും ഫിക്സഡ് ആണ്. ഓക്കെ. ആൻഡ് വിച്ച് ഈസ് പാരലൽ ടു ദ സബ്സ്ട്രേറ്റും ആണ്. ആൻഡ് ദിസ് ബീം ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് ടു ഫിക്സഡ് ഗൈഡഡ് ബീംസ്. ഇങ്ങനെയുള്ള ബീമിനെ നമുക്ക് ഒന്നുകിൽ ക്ലാസിഫൈ ചെയ്യാവുന്നത് ഫിക്സഡ് ബീം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഫിക്സഡ് ഗൈഡഡ് ബീം ആണ് പറയാം. ഓക്കെ. കാരണം ഒരു റിജിഡ് പാർട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബീമാണിത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഫിക്സഡ് ഗൈഡഡ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൈഡഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് എൻഡും ഫിക്സഡ് ആണ്, പക്ഷെ എന്താണ്, നമുക്ക് ഇതിനെ ഫിക്സഡ് എന്നും പറയാം, ഫിക്സഡ് ഗൈഡഡ് എന്നും പറയാം. അതുകൊണ്ട് തന്നെ ഓക്കെ. ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ ആണ്. നേരത്തെ എ പറഞ്ഞ പോലെ തന്നെ വൺ എൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡ് ഫ്രീ ആണ്. ഓക്കെ. വിത്ത് ദ ഫ്രീ എൻഡ് ക്യാപ്പബിൾ ഓഫ് മൂവ്മെന്റ് എ എന്ന് പറയുന്നത് ഇൻപ്ലെയിൻ ആണ്, സബ്സ്ട്രേറ്റില് ഇൻപ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഡി എന്ന് പറയുന്ന ബീം എങ്ങനെയാണ് ഇരിക്കുന്നത്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് അല്ലെ. ബീമിന് സബ്സ്ട്രേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഡി. ഓക്കെ. ക്യാപ്പബിൾ ഓഫ് മൂവ്മെന്റ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സബ്സ്ട്രേറ്റ്. പക്ഷെ അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് വിച്ച് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ പോലെ തന്നെയാണ്. വ്യത്യാസം എന്താണ്, എ ആണെങ്കിൽ ഇൻപ്ലെയിൻ ആയിട്ടും ഡി ആണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ സബ്സ്ട്രേറ്റ് ആണ്. ആൻഡ് ബി നോക്കിക്കേ, ഇ എന്ന് പറയുന്ന ബീം ഇതും എന്താണ്, ഫിക്സഡ് ഫ്രീ ആണ് അല്ലെ. ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീ തന്നെയാണ്, വിച്ച് ഈസ് ക്യാപ്പബിൾ ഓഫ് സെയിം ഡി പോലെ തന്നെയാണ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ആയിരിക്കും. ഓക്കെ. ഇനി എഫ് എന്ന് പറയുന്നത് നോക്കിക്കേ, എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫിക്സഡ് ബീമാണ്, രണ്ടെൻഡും ഫിക്സഡ് ആണ്. അതിന് നമുക്ക് ഫിക്സഡിനെ വേറെ എന്ത് പേര് പറയാം, ബ്രിഡ്ജ് എന്ന് പറയാം. ഫിക്സഡ് ആണെങ്കിൽ ബ്രിഡ്ജ് എന്ന് പറയാം. ആൻഡ് എന്താണ്, ജി എന്ന് പറയുന്ന ബീം നോക്കിക്കേ, ഒരു ഫിക്സഡ് ഫ്രീ ആണ്, ഫിക്സഡ് ആണ് ഒരു എൻഡ്, മറ്റേ എൻഡ് എന്ന് പറയുന്നത് എക്സ്ട്രീം, രണ്ടാമത്തെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ആണ്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ ആണ്, വിച്ച് ഈസ് ക്യാരിങ് എ സ്റ്റിഫ് ഒബ്ജക്റ്റ് അറ്റ് ദി എൻഡ്. ഒരു എൻഡിൽ ഒരു സ്റ്റിഫ് ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫിക്സഡ് എന്താണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു എൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു ബെൻഡിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കില്ല. ഡസ് നോട്ട് അണ്ടർഗോ ഫ്ലെക്ചറൽ ബെൻഡിങ്. ഇവിടെ എന്ന് പറയുന്നത് ബെൻഡിങ് പോസിബിൾ ആയിരിക്കില്ല. ബിക്കോസ് ഓഫ് ദിസ് എന്താണ്, ഇൻക്രീസ്ഡ് തിക്നെസ്, അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റ് ഇവിടെ ഉള്ളത്, ഒരു തിക്നെസ് കൂടുതലായതുകൊണ്ട് ഒരു ഫ്ലെക്ചറൽ ബെൻഡിങ് ഇവിടെ ഈ പറയുന്ന ബീമിൽ പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ. മനസ്സിലായോ ഇതുവരെ? ആൻഡ് എച്ച് എന്ന് പറയുന്ന ബീം എന്താ, ഈ ബീം എന്താണ്, ഈ ബീമില് ദിസ് ബീം ഈസ് വെരി സിമിലർ ടു കേസ് ഓഫ് സി. ടി എന്ന് പറയുന്ന ബീമിനെ പോലെ തന്നെയാണ് അല്ലെ, രണ്ട് എൻഡും ഫിക്സഡ് ആണ്. നേരത്തെ സി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു, ഫിക്സഡ് ഗൈഡഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് എച്ച് എന്ന് പറയുന്ന ബീം. ഓക്കെ. ഫാബ്രിക്കേഷൻ മെത്തേഡ് ഡിഫറെന്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് സി ആണ്. സി ബീമിനെ പോലെ തന്നെയാണ്. ആൻഡ് ഐ എന്ന് പറയുന്ന ബീം എന്താണ്, ഫിക്സഡ് ഫ്രീ ആണ്, ഒരു എൻഡ് ഫിക്സഡ് ആണ്. ഇതിൽ എന്താണ്, അടുത്ത എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, ഫ്രീ ആണ് ഇവിടെ. ഓക്കെ. അപ്പോൾ
പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരു ഫോൾഡഡ് ലെങ്ത് ഉണ്ട്. ഫിക്സഡ്, ഒരെന്റ് ഫിക്സഡ് ആണ്, മറ്റെന്റ് ഫ്രീ ആണ്, പക്ഷെ ഫോൾഡഡ് ലെങ്ത് കൂടെ ഉണ്ടാവും. ഓക്കെ. ആൻഡ് എന്താണ് ഈ ഫ്രീ എന്ന് പറയുന്നത്? എന്താണ്? മൂവ്മെന്റ് പോസിബിൾ ആണ്. ഇവിടെ പ്രത്യേകിച്ച് തിക്നെസ് കൂടുതലായിട്ട് ഇല്ലല്ലോ, അപ്പൊ ഫ്രീ എൻഡ് പോസിബിൾ ആയിരിക്കും. ആൻഡ് ജെ എന്ന് പറയുന്നത് ഓൾസോ എന്താണ്? രണ്ട് ഫിക്സഡ് ഫ്രീ ആയിട്ടുള്ള കാൻഡിലിവർ ബീം ആണ്. ഫിക്സഡ് ജെ എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ് ജി, എന്താണ് ഈ ബീം. ഇതിൽ രണ്ട് എൻഡ് ഉണ്ടെങ്കിലും ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, മറ്റൊന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ആണ്. അപ്പൊ അതൊരു ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ തന്നെയാണ്. ആൻഡ് കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു 4 ഫിക്സഡ് ഗൈഡഡ് ബീം ആണ്. അതായത് നേരത്തെ പറഞ്ഞ സി പോലെ തന്നെ ഗൈഡഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഫിക്സഡ് ഗൈഡഡ് ബീം ആണ്, വിച്ച് ഈസ് കണക്റ്റഡ് ടു എ റിജിഡ് ഷട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആണ്. അതാണ് കെ എന്ന് പറയുന്ന ഒരു ബീം എന്ന് പറയുന്നത്. സോ ഇതുവരെ മനസ്സിലായോ? ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് വോയിസിൽ പറയുമോ? കേട്ടൂടാ? എന്താണ്? മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ്, വാട്ട് ഈസ്, ഇനി നമ്മൾ പറയുന്ന ടോപ്പിക് ഡിഫ്ലക്ഷൻ ഓഫ് ബീം ആണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ ഓഫ് ബീം. ഇതില് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കാൻഡിലിവർ ബീം ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എന്താണ്? ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്തു. So considering a cantilever beam in which one end is fixed and the other end is free to move. So when we apply force at the free end, നമ്മൾ ഈ ഫ്രീ എൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്? എല്ലാത്തിനും സെയിം കാര്യങ്ങളാണ് പറയുന്നത്. ബീംസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബെൻഡിങ് ഉണ്ടാവും. ആ ബെൻഡിങ്ങിനെ നമ്മളിപ്പം ഒരു ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് മാറി അത് ബെൻഡ് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ആ ഇനിഷ്യൽ പൊസിഷൻ ടു അതിന്റെ ഫൈനൽ പൊസിഷനിൽ നമ്മൾ y എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്, നമ്മൾ അതിന് എന്ത് പറയും? y എന്ന് ഡിനോട്ട് ചെയ്ത്, അതാണ് അതിന്റെ ഡിഫ്ലക്ഷൻ. ഓക്കെ. അപ്പോൾ എന്താണ്? when we apply force at the free end, the beam will bend and എന്താണ് ആ ബെൻഡിങ് ഓഫ് ബീമിനെ നമ്മൾ y എന്ന് ഡിനോട്ട് ചെയ്തു. The general method for calculating the curvature of beam under small displacement is to solve a second order differential equation of a beam. സാധാരണയായിട്ട് ഇങ്ങനെ ഇതൊരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ വി ആർ ആക്ച്വലി ജനറൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്ത് അതിൽ നിന്നും എന്ത് നമ്മൾ കണ്ടുപിടിക്കും? y എത്രയാണ് ഡിഫ്ലക്ഷൻ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് എന്താണ്? ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സാധാരണ ഇങ്ങനെ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് എടുക്കും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ തീറ്റ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? dy/, സ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. തീറ്റ = dy/dx. അതാണ് ആ പോയിന്റിലുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന പറഞ്ഞല്ലോ, ജനറൽ ആയിട്ട് ചെയ്യുന്നത് സോൾവിങ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് EI is equal to, ഫസ്റ്റ് ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്നത്, which is equal to എന്താണ്? EI d²y/dx², which is equal to m, അല്ലെങ്കിൽ നമുക്ക് m of x എന്ന് പറയാം. നമുക്ക് m എന്ന് പറയുന്നത് എന്താണ്? m എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പറയുന്ന m, മൊമെന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ബെൻഡിങ് ആയതുകൊണ്ട് അതൊരു മൊമെന്റ് ഉണ്ടാവും. ആ മൊമെന്റ് ആണ് EI × d²y/dx², സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? m എന്ന് പറയുന്നത് അറിയാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ നമ്മളിവിടെ x' എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തു, ഫ്രീ എൻഡിലുള്ള x'. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? y കണ്ടുപിടിക്കുക. y കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. സെക്കൻഡ് ഓർഡറിൽ നിന്ന് നമ്മൾ y കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നാം പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അല്ലെ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ നമുക്കറിയാം m എന്ന് പറയുന്നത് p × x ആണ്. p എന്ത് ചെയ്യുന്നു? m എന്ന് പറയുന്നത് p × x ആണെന്നറിയാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാന്ന് അറിയാം. സോ നമ്മൾ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? എന്തായിരിക്കും കിട്ടുക? px = EI × d²y/dx² എന്ന് കിട്ടും. പിന്നെ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EI ×
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് ഓർഡറിൽ കിട്ടുന്നത് ഫസ്റ്റ് ഓർഡർ ആയിട്ട് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. പി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പി ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൂടെ ഇടുമല്ലോ, ആ കോൺസ്റ്റന്റ് ഇടും. ഇപ്പോൾ നമുക്ക് വൈ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ എഗെയിൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓൺ ഫർദർ ഇന്റഗ്രേഷൻ എന്ത് സംഭവിക്കും? ഇ ഐ എന്ന് പറയും, ഇ ഐ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു, ഇപ്പം ഡി വൈ ബൈ ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ എന്ന് കിട്ടി, ആൻഡ് പി കോൺസ്റ്റന്റ് അതുപോലെ ഇടും. പിന്നെ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എന്താണ്? 6 എന്ന് കിട്ടും. പ്ലസ് C1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? C1 വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, അപ്പൊ കോൺസ്റ്റന്റ് C1 ഇൻറ്റു എക്സ് പ്ലസ് C1 എക്സ് ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് വീണ്ടും ഒരു കോൺസ്റ്റന്റ് പ്ലസ് C2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. ഇതിൽ ഈ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതിന് ആ ഇക്വേഷനെ നമ്മൾ സ്ലോപ്പ് ഇക്വേഷൻ എന്നും, രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനെ നമ്മൾ എന്താണ്? ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇതാണ് ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറയുന്നത്. ഇത് തനിയെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയായിരിക്കുമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഡിഫ്ലക്ഷൻ ഓഫ് ബീം. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഡിഫ്ലക്ഷൻ ഓഫ് ബീം. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇന്ന് എന്താ ബീം എന്താന്ന് പറഞ്ഞു. ഫ്ലെക്ചറൽ ബീംസ്, ഇങ്ങനെ എന്താണ് ബെൻഡിങ് പോസിബിൾ ആയിട്ടുള്ള കാൻഡിലിവർ, സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബീം ഏതാണ്? കാൻഡിലിവർ ബീമാണ്. സോ ഇങ്ങനെയുള്ള ലാറ്ററൽ ബീംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്ചറൽ ബീംസ്. ബീംസ് എന്താന്ന് പറഞ്ഞു? ഫ്ലെക്ചറൽ ബീംസ്. ഇങ്ങനെയുള്ള ലാറ്ററൽ മൂവ്മെന്റ് പോസിബിൾ ആയിട്ട്, ഈ മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ബീംസ്, നമ്മൾ ഇങ്ങനെയുള്ള ലാറ്ററൽ ബീംസിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലെക്ചറൽ ബീംസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻസ് പറഞ്ഞു. ഫിക്സഡ് എന്താണ്, ഗൈഡഡ് എന്താണ്, ഫ്രീ എന്താണെന്നുള്ള പറഞ്ഞു. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബീം സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഡിഫ്ലക്ഷൻ ഓഫ് ബീം. ബീംസിന്റെ ഡിഫ്ലക്ഷൻ എന്താ? ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്തു, നമ്മൾ എന്നിട്ട് ഒരു ലോഡ് അപ്ലൈ ചെയ്തു അല്ലെ? considering a cantilever beam in which one end is fixed and the other end is free to move. When we apply a force at the free end, the beam will bend. And the general method for calculating the curvature of beam under small displacement is to solve a second order differential equation. That second order differential equation is m is equal to ei into d square y by dx square. And we know the moment in the arrangement, it is force into perpendicular distance. So at the ഡിസ്റ്റൻസ് എക്സ് ഡാഷില് ഫ്രീ എൻഡിലുള്ള എന്താണ് സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ അറിയാം. ദെൻ വി ആർ ഇക്വേറ്റിംഗ് ദീസ് ടു ഇക്വേഷൻസ് 1 and 2. ആൻഡ് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എക്സ് എന്ന് കിട്ടും. വൈ കിട്ടുന്നതെങ്കിൽ എന്താണ്? സെക്കൻഡ് ഓർഡർ ഇക്വേഷനെ ആദ്യം ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും ഇന്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വീണ്ടും ഫർദർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ എന്നൊരു പാർട്ടായിട്ട് കിട്ടും. ഇ ഐ വൈ ഇസ് ഈക്വൽ ടു പി എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് C1 എക്സ് പ്ലസ് C2. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫ്ലക്ഷൻ ഇക്വേഷനും ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞേ. അറ്റൻഡൻസ് പറഞ്ഞേ. അഭിജിത്ത്, അനുവിന്ദ്, അപർണ, അർച്ചിത, അരുൺ. അരുണില്ല. ഓക്കെ, അശ്വിത, ചന്ദ്രലേഖ, ചന്ദ്രലേഖയില്ല. ഗോപിക സജീവ്, ഹർഷ്, ഓക്കെ ഹർഷ്. ഹിഫ്സു റഹ്മാൻ ഇല്ല.
മുഹമ്മദ് ജസീം, പാർവതി, പാർവതി ജെ, രോഹിത്, വൈഷ്ണവി, അശ്വിൻ രാജ്, ദീപ്തി, ഹരിത, ഹരിത ഉണ്ടായിരുന്നല്ലോ, സനില, ശിശിര, സൗമ്യ. ഓക്കെ ബൈ.